സൈപ്രസിൽ 340 വർഷങ്ങൾക്കു ശേഷം ലത്തീൻ മെത്രാന്റെ സ്ഥാനാരോഹണം നടന്നു. വിശുദ്ധ നാടിന്റെ ഉത്തരവാദിത്വമുള്ള ജെറുസലമിലെ ലാറ്റിൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബെല്ലയിൽ നിന്നാണ് കപ്പൂച്ചിൻ സമൂഹാംഗമായ മോൺസിഞ്ഞർ ബ്രൂണോ വാരിയാനോ മെത്രാനായി അഭിഷിക്തനായത്. 1192 സൈപ്രസിലെ ലത്തീൻ കത്തോലിക്കരുടെ ചരിത്രം ആരംഭിക്കുന്നത്. 1196 ദ്വീപിന്റെ ഇപ്പോഴത്തെ തലസ്ഥാനമായ നിക്കോസിയയിൽ ആദ്യത്തെ ലാറ്റിൻ ആർച്ച് ബിഷപ്പ് ചുമതലയേറ്റു. ഒട്ടോമൻ തുർക്കികൾ സൈപ്രസ് കീഴടക്കുന്നതുവരെ വിവിധ ലത്തീൻ ബിഷപ്പുമാർ ഇവിടെ സേവനം ചെയ്തിരുന്നു. സൈപ്രസ് ദ്വീപിലെ അവസാനത്തെ ലത്തീൻ ബിഷപ്പ് 3.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് കാലം ചെയ്തത്. അതിനുശേഷം ജെറൂസലേം പാത്രിയാർക്കിൽ നിന്നും നേരിട്ടുള്ള ഭരണമായിരുന്നു സൈപ്രസ് റോമൻ കത്തോലിക്ക സഭയിൽ നടന്നത്. ജോർദാൻ, സൈപ്രസ്, ഇസ്രായേൽ, പാലസ്തീൻ ഉൾപ്പെടെ 4 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന 6 വികാരിയത്തുകളാണ് ജെറൂസലേം പാത്രിയാർക്കിന്റെ ഭരണത്തിന് കീഴിലുള്ളത്. ദ്വീപിലെ അവസാനത്തെ ലത്തീൻ ബിഷപ്പ് വിടവാങ്ങി 340 വർഷങ്ങൾക്ക് ശേഷമുള്ള ചരിത്ര നിമിഷത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നതെന്നും ജെറൂസലേം ലത്തീൻ പാത്രിയാർക്കീസിന് ഇതിൽ ഏറെ സന്തോഷമുണ്ടെന്നും കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബെല്ല പറഞ്ഞു. ബ്രസീലിലെ സാവോപോളോ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഒഡില്ലോ പെഡ്രോ ഷെറർ, പോർച്ചുഗലിൽ നിന്നുള്ള കർദിനാൾ മാനുവൽ ആൽവസ് അഗിയാർ, ജോർദാനിലെയും സൈപ്രസിലെയും അപ്പോസ്തലിക് നൂൻഷ്യോ മോൺസിഞ്ഞോർ ജിയോവാനി പിയട്രോ ഡാൽ ടോസോ എന്നിവരോടൊപ്പം 40ഓളം കത്തോലിക്ക മെത്രാന്മാരും ഗ്രീക്ക് ഓർത്തഡോക്സ് ബിഷപ്പുമാരും നിരവധി കത്തോലിക്ക വൈദികരും സന്യസ്തരും വിശ്വാസികളും മെത്രാഭിഷേക ചടങ്ങിൽ പങ്കെടുത്തു. സ്ഥാനാരോഹണം ചെയ്യപ്പെട്ട ബിഷപ്പ് ബ്രൂണോ വാരിയാനോ സൈപ്രസ് തലസ്ഥാനമായ നിക്കോസിയയിലായിരിക്കും സേവനമനുഷ്ഠിക്കുക. സൈപ്രസിലെ ലാർണക്ക, പാഫോസ്, ലിമാസോൾ നഗരങ്ങളിലെ ദേവാലയങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന 11 വൈദികരുടെ ഒപ്പം അദ്ദേഹം അപ്പോസ്തലിക ശുശ്രൂഷകൾ തുടരും. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.